أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على رسول المؤمنين وعلى آله الفائزين. ഏറ്റവും പ്രിയങ്കരായ ബഹുമാന്യരായ മതപണ്ഡിതന്മാരെ, ആത്മീയ ഗുരുനാഥന്മാരെ, ചരിത്ര പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഇവിടെ വളരെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കോയ എന്ന് പറഞ്ഞാൽ കോയയില്ലാത്ത ഒരു നാടില്ല. ഞാനിപ്പോൾ ഇന്നലെ വരെ ദ്വീപിലായിരുന്നു. അവിടെ തിരിഞ്ഞാലും മറിഞ്ഞാലും കോയ തന്നെയാണ്. തങ്ങന്മാരും കോയയാണ്, പൈസ ഉള്ളവരും കോയയാണ്, കാശുള്ളവരും പറയാം ഓൻ ഭയങ്കര കോയയാണ്, അല്ലെങ്കിൽ ഓൻ ഭയങ്കര ഖോജയാണ് എന്നൊക്കെയാ. അപ്പോൾ അത് നമ്മുടെ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചിഹ്നമാണ് കോയ എന്നുള്ളത്. പക്ഷെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ നമുക്കൊന്നും അങ്ങനെ ഒരു പേര് കിട്ടിയില്ല. കോഴിക്കോട് വരുമായിരുന്നെങ്കിൽ കോഴിക്കോടിന് അതിൻ്റെ അന്തസ്സ് കോയ കോഴിക്കോട്, കോയ ഈസ് ഈക്വൽ ടു കോഴിക്കോട്, അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ചരിത്രം നമ്മൾ പറയാതെ സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇന്നത്തെ സാമുദായിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഭാരതത്തിലും കേരളത്തിലും മതത്തെ ചൊല്ലി വിവാദങ്ങളുണ്ടാക്കി സംഘർഷമുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലും നമ്മുടെ കഴിഞ്ഞുപോയ സാംസ്കാരിക സൗഹൃദ പാരമ്പര്യങ്ങളെ ചികഞ്ഞ് പുറത്തെടുക്കേണ്ട ഉത്തരവാദിത്വം മതപണ്ഡിതന്മാർക്കും മതപഠിതാക്കൾക്കും ഉണ്ട് എന്നതിൻ്റെ ഭാഗമാണ് സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഇത്തരം വിഷയങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. പലതുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമാണെന്ന് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് എന്നും സൗഹൃദത്തിൻ്റെ നാടാണ്. വർഗീയ സാമുദായിക സംഘർഷങ്ങൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അപരിചിതമാണ്. അത് ചരിത്രത്തിൻ്റെ അങ്ങും ഇങ്ങോളം നോക്കിയാൽ അത് കാണാൻ കഴിയില്ല. ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന ഈ മഹാസമുദ്രത്തിൻ്റെ നാലുപാടും അയലത്തുകാരായി താമസിക്കുന്ന ഇന്ത്യയും അതുപോലെ കിഴക്കൻ ആഫ്രിക്കയും അതുപോലെ ഒമാനും യമനും, അങ്ങനെ നോക്കി ഇപ്പുറത്തേക്ക് ഇന്തോനേഷ്യയും മലേഷ്യയും നമ്മുടെ ഇന്ത്യ ഉപഭൂഖണ്ഡവും, ഇതെല്ലാം കൂടി ഇങ്ങനെ ചുറ്റുപാടും കിടക്കുന്നു. അതിൻ്റെ നടുവിൽ ഇന്ത്യൻ മഹാസമുദ്രവും. അതുകൊണ്ട് ഈ പ്രദേശങ്ങളൊക്കെ ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശങ്ങൾ, ഇന്ത്യൻ ഓഷ്യൻ റീജിയൻസ് എന്ന് ചരിത്രകാരന്മാർ പറയാറുണ്ട്. ഇതിനൊരു തടാകമായിട്ടാണ് ശ്രീ സഞ്ജയ് സുബ്രഹ്മണ്യൻ എന്ന ചരിത്രകാരൻ പറഞ്ഞു. ഇതൊരു തടാകമാണ്. ആ തടാകത്തിൻ്റെ ഓരോ വക്കിലും ജീവിക്കുന്ന ആളുകളാണ് ഇതുപോലെ കിഴക്കൻ ആഫ്രിക്കക്കാരും ഇന്ത്യക്കാരും മലബാറുകാരും അതുപോലെ ഈ ഭാഗത്തുള്ള മലേഷ്യക്കാരും ഇന്തോനേഷ്യക്കാരും ഒക്കെ എന്ന് പറയാറുണ്ട്. ഈ ഭാഗത്ത് എന്നും സൗഹൃദമാണ്. വിവിധ മതങ്ങൾ അവിടെ അധിവസിക്കുന്നുണ്ട്. എല്ലാ മതക്കാരും ഉണ്ട്. എല്ലാ മതക്കാരും എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, പാർസികളുണ്ട്, ഖോജമാർ ഉണ്ട്, ഗുജറാത്തികളുണ്ട്, സിന്ധികളുണ്ട്, അങ്ങനെ അതിന് പുറമെ ക്രിസ്ത്യാനികളുണ്ട്, യഹൂദന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്. ഇങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ കഴിയുന്നു. എല്ലാവരും അധികവും വണിക്കുകളാണ്, വാണിഭക്കാരാണ്, വ്യാപാരികളാണ്. ഈ വ്യാപാരത്തിനുള്ള സൗഹൃദ അന്തരീക്ഷത്തിന് വേണ്ടി അവർ ഏത് മതത്തെയും ഉപയോഗപ്പെടുത്തുകയും ഏത് സൗഹൃദത്തെയും അവർ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം വ്യാപാരത്തിന് അത് ആവശ്യമാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവിടെ സാമൂതിരിയും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം പരസ്പരം കൊള്ളക്കൊടുക്കലിൻ്റെതായിരുന്നു. കാരണം ഈ നാട്, സാമൂതിരിയുടെ നാട്, ഏറ്റവും അഭിവൃദ്ധിപ്പെട്ടത് പട്ടണങ്ങളിൽ ഉണ്ടാണ്. ഈ പട്ടണങ്ങൾ ഉണ്ടായത് മുസ്ലിങ്ങളിലൂടെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹികമായ ബന്ധങ്ങൾ മാത്രമല്ല, സാംസ്കാരികമായ സൗഹൃദങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായ കൊള്ളക്കൊടുക്കലിലൂടെ ഈ നാട് വലിയ സമൃദ്ധമായി മാറിയിരുന്നു. അതുകൊണ്ട് ഇതേക്കുറിച്ച് ഒരുപാട് ചരിത്രകാരന്മാർ വാചാലരാകുന്നുണ്ട്.
ഒരുപാട് മുമ്പ് തന്നെ എരിത്രിയൻ സീയെ കുറിച്ച് പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ എന്ന് പറഞ്ഞ് ആളില്ലാത്ത ഒരു കൃതി മുതൽ ഇത് അതിന് ശേഷമുണ്ടായ ഒരുപാട് ആളുകൾ, ടോളമി അതുപോലെയുള്ള ആളുകൾ, പ്ലിനി തുടങ്ങിയ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തൊട്ടുള്ള ആളുകൾ മുഴുവനും ഈ രാജ്യത്ത് ഈ ഭാഗത്തെക്കുറിച്ച് എഴുതിയവരാണ്. പിന്നീട് മുസ്ലിങ്ങൾ വന്നപ്പോൾ അൽബിറൂനിയും വസാഫും സിറാഫും ഇബ്നു ഖുർദാബിയും മസ്ഊദിയും തുടങ്ങിയുള്ള എല്ലാവരും ഈ ഒരു തീരപ്രദേശത്തെക്കുറിച്ച് എഴുതി. അവരൊന്നും മലബാർ തൊടാതെ ഇവിടെ നിന്ന് പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വലിയ ചരിത്രം, സാംസ്കാരിക ചരിത്രം നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് ഈ ഒരു സഞ്ചാരികൾ ഇങ്ങനെ നമുക്ക് വേണ്ടി വാചാലരായതുകൊണ്ടാണ്. ഈ സഞ്ചാരികളുടെ കഥയിലൊന്നും ഒരു സംഘർഷമോ ഒന്നും ഇവിടെ ഉണ്ടായതായിട്ട് വരുന്നില്ല. അപ്പോൾ ആ നിലക്ക് നമുക്ക് ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് പറയാനുള്ളത് ഇവരുടെ ഈ ഒരു വിഷയം തന്നെയാണ്. എന്ന് വെച്ചാൽ സൗഹൃദത്തിൻ്റെ പാരമ്പര്യം. ഇപ്പോൾ മസൂദി ഇവിടേക്ക് വന്നിട്ടില്ല എങ്കിലും മസൂദിക്ക് ഇഷ്ടം പോലെ ഈ സമുദ്രത്തെക്കുറിച്ച്, സമുദ്ര വ്യാപാരത്തെക്കുറിച്ച് അറിയാം. അതുപോലെ ഇബിൻ ബത്തൂത്ത ഒരുപാട് കാലം ഈ ഒരു തീരപ്രദേശത്ത് താമസിച്ചതാണ്. ഈ കല്ലായിയിൽ എവിടെയൊക്കെ അദ്ദേഹം ഒരുപക്ഷെ ഈ മണലിനോട് ചോദിച്ചു നോക്കിയാൽ പറയാൻ പറ്റും. അദ്ദേഹം നടന്നുപോയ വഴികൾ, അദ്ദേഹം പോയ സ്ഥലത്തൊക്കെ അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നു. കോഴിക്കോടും അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നു. ആരാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ പിതൃത്വം ഉള്ള ആളുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ആ ചരിത്രത്തിൻ്റെ പിതൃത്വം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ ഇബ്നു ബത്തൂത്ത മാത്രമല്ല, മാ ഹുവാൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് സഞ്ചാരി ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ ഒരുപാട് വിക്രിയകളും അതുപോലെ മതലീലകളും ഇഷ്ടം പോലെ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ചെങ്ഹോ എന്ന് പറയുന്ന ഒരു നപുംസകം, അദ്ദേഹം ചൈനക്കാരനാണ്. 14 തവണ നമ്മുടെ ഈ കോഴിക്കോട് വന്നു പോയതാണ്. അവരുടെ ബാക്കിയുള്ളതാണ് ഇന്നത്തെ പട്ടാണിത്തെരുവും നമ്മുടെ ചീനപ്പള്ളി എന്ന് പറയുന്നത്. അതാണ് ഗുജറാത്തികൾക്ക് അവർക്ക് ഇവിടെ അവരുടേതായ പള്ളിയുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ദേവാലയമുണ്ട്. സിന്ധികൾക്ക് അവരുടെ ദേവാലയമുണ്ട്. നമ്മുടെ മുച്ചുന്തി പള്ളിയാണെന്ന് തോന്നുന്നു ഗുജറാത്തികളുടെ മാത്രം പള്ളിയായിരുന്നു. അപ്പോൾ ഈ പള്ളികളും അതുപോലെ ഈ ആരാധനാലയങ്ങളും ഒക്കെ ഇവിടെ സാമൂതിരി സ്ഥലം കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരമൊരു ബന്ധത്തിലൂടെയാണ് കോയമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്നത്. കോയമാർക്ക് എത്രമാത്രം പഴക്കമുണ്ട് എന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ പല അഭിപ്രായമുണ്ട്. ചില ആളുകൾ പറയും അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കോയമാർ വരാൻ തുടങ്ങിയതെന്ന്. അല്ല, അതിന് മുമ്പ് തന്നെ കോയമാരുണ്ട്. കുഞ്ഞാലി മരക്കാരെ എതിർക്കാൻ വേണ്ടി ഉണ്ടായ ഒരു ഖോജാ ഫഖീഹ് എന്ന് പറയുന്ന ഒരു കോയപ്പക്കി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും കോയ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസിൽ, അത് നിഷ്പന്നമായത് ഖ്വാജ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് എന്ന് വ്യക്തമാണ്. മസ്കറ്റിലുള്ള മുതലാളിമാർക്ക്, ധനാഢ്യന്മാർക്കും വ്യാപാര പ്രമുഖന്മാർക്കും ഒക്കെ അവർക്ക് ഖ്വാജ എന്ന പേരുണ്ടായിരുന്നു. അപ്പോൾ മസ്കറ്റിൽ നിന്നാണ് ഖ്വാജ ഇങ്ങോട്ട് വരുന്നത്. അതിനു മുമ്പ് ഇവിടെ പള്ളിയുണ്ട്, അതിനു മുമ്പ് ഇവിടെ സംസ്കാരമുണ്ട്, മുസ്ലിം സംസ്കാരവും ഒക്കെ ഉണ്ട്. പക്ഷേ കോയമാർ വരുമ്പോൾ ഇവിടെ പോർലാതിരി എന്ന് പറയുന്ന രാജവംശമാണ് ഇവിടെ ഭരിക്കുന്നത്. പോർലാതിരി വളരെ ലോലമായ ഒരു രാജവംശമായിരുന്നു. ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ തന്നെ ഉപ്പിൻ്റെ കേന്ദ്രമാണ്. ഉപ്പ് വിൽക്കാനും ഉപ്പ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്, മറ്റൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേരമാൻ പെരുമാളിൻ്റെ കഥ നമുക്കറിയാമല്ലോ. അത് എന്തൊക്കെയായാലും ആ കഥ പ്രകാരം പറയുന്നത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ലാസ്റ്റിലാണ് ഇങ്ങനെ മാനവനും വിക്രമനും വന്നപ്പോൾ അവർക്കൊന്നും കൊടുക്കാനില്ല. അപ്പോൾ വാള് കൊടുത്തുകൊണ്ട് ഈ വേണമെങ്കിൽ ഇഷ്ടം പോലെ അടിച്ചും കൊന്നും ഉണ്ടാക്കിയെടുത്തോ എന്ന് പറഞ്ഞ് നെടിയിരുപ്പ് നമ്മുടെ കൊണ്ടോട്ടിക്കടുത്ത് ചെറിയൊരു പ്രദേശം കൊടുത്തിട്ട് ചേരമാൻ പെരുമാൾ അതൊന്ന് പോകാനുണ്ടായത്. പക്ഷെ എന്തായിരുന്നാലും എന്ത് പറഞ്ഞാലും ഈ നെടിയിരുപ്പ് സ്വരൂപത്തിലെ മാനവിക്രം സാമൂതിരിക്ക് ഈ കോഴിക്കോട്ടേക്ക് വഴി തുറന്നു കൊടുത്തത് കോയമാരാണ്. അതുകൊണ്ടാണ് കോയമാരും അവരും തമ്മിൽ ഇത്ര പിരിശത്തിലാണ് ഇവിടെ കഴിഞ്ഞത് എന്നതിൻ്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു ആ കോയമാർ വന്നതിനെക്കുറിച്ച് പലരും നമ്മുടെ കേരളോൽപ്പത്തിയിലൊക്കെ പല കഥകളും മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് ഇരിക്കട്ടെ. മസ്കറ്റിലുള്ള ഒരു ബാപ്പ 2 മക്കളുണ്ടായിരുന്നു. ഒരു 2 സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈ സഹോദരന്മാർ തമ്മിൽ വലിയ പ്രശ്നമുണ്ടാകുമെന്നും അവർ അടിച്ചു പിരിയുമെന്നും ഉള്ള ഒരു സ്വപ്നം അദ്ദേഹത്തിനുണ്ടായപ്പോൾ
അദ്ദേഹം ഈ രണ്ടാളോടും പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയി കച്ചവടം ചെയ്ത് ജീവിച്ചു, രണ്ടുപേരും അടുത്തുണ്ടായാൽ സംഘർഷമുണ്ടായി നിങ്ങൾ ഒരാളെ കൊല്ലും എന്നാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവരെന്തു ചെയ്തു? അവരിൽ ഒരാള് ഇവരെയൊക്കെ ആദ്യം ഒന്ന് പരിശോധിക്കണം, ഈ രാജാക്കന്മാരൊക്കെ എങ്ങനെ ആയിരിക്കും. അദ്ദേഹം ഇന്ത്യ സമുദ്രത്തിന്റെ തീരത്ത് കൂടെ പലയിടത്തും കൊണ്ടുപോയി ഒരു ഭരണി, ആ ഓരോ ഭരണിയിൽ കുറച്ച് അച്ചാറിടും, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് സ്വർണവും വെക്കും. എന്നിട്ട് ഇത് കൊണ്ടുകൊടുക്കുകയാണ്. ഓരോ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കുമ്പോൾ രാജാവിനോട് പറയും, ഞങ്ങൾ കുറച്ച് അച്ചാറിൻ്റെ കുപ്പി അവിടെ വെക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ എടുക്കാം എന്ന് പറഞ്ഞ് അച്ചാറിൻ്റെ കുപ്പി അവിടെ വെച്ചു. ഈ ചില നല്ല സമർത്ഥന്മാരായ രാജാക്കന്മാരൊക്കെ അറബികൾ തന്നതല്ലേ, എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് അച്ചാറിന് തുറന്നു കൊടുക്കിയപ്പോൾ അതിൽ സ്വർണ്ണ നാണയം, ആ സ്വർണ്ണ നാണയം എടുത്ത് അത്രയും കൂടി അച്ചാറുണ്ടാക്കി അതിലിട്ടുകൊണ്ട് അവരോട് മൂടി വെച്ചു. കാരണം ഈ അറബി പാവം അദ്ദേഹത്തിന് പറ്റിപ്പോയതായിരിക്കും, സ്വർണത്തിന്റെ നാണയം ഇതിലുള്ളത് അദ്ദേഹം അറിയാതെ അതിൻ്റെ മേലെ അച്ചാറിട്ടതായിരിക്കും. നമ്മൾ പറയുന്നതിനുള്ള അച്ചാറൊന്നും ആയിരിക്കില്ല, അല്ല ഖരപദാർത്ഥത്തിലുള്ളതായിരിക്കും, അല്ലാതെ അതിൽ മുങ്ങി പോവുമല്ലോ. എന്തായാലും അതാണ് കഥ. പക്ഷേ ഈ സാമുദ്രി എടുത്തും ഒരു അച്ചാറ് ഭരണി കൊടുത്തിരുന്നു. സാമുദ്രി അത് എന്താണ് ആ സാധനമൊക്കെ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം അതിൽ സ്വർണ്ണ നാണയം കണ്ടപ്പോൾ ഉടനെ തന്നെ ആ അറബി, മസ്കറ്റുകാരനായ അറബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ നിങ്ങൾ ഇത് അച്ചാർ എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണമാണല്ലോ ഇതിൽ കാണുന്നത്, ഇതെന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഓ സോറി എന്ന് പറഞ്ഞുകൊണ്ട്, വേറെ എന്തായിരിക്കും വാക്ക് പറഞ്ഞിട്ടുണ്ടാവുക, ഏതായാലും സോറി എന്ന് പറഞ്ഞുകൊണ്ട് ആ തിരിച്ചു വാങ്ങി. അന്ന് അയാൾ മനസ്സിലാക്കി എല്ലാ രാജാക്കന്മാരും കള്ളന്മാരാണ്, ഈ പാപം സാമുദ്രി മാത്രമേ സത്യസന്ധനായതുകൊണ്ട്, അതുകൊണ്ട് ഇദ്ദേഹവുമായിട്ട് നമുക്ക് പിരിശം വെക്കാം എന്ന് തോന്നുകയും അങ്ങനെ അദ്ദേഹം മസ്കത്തിൽ നിന്ന് വന്ന അദ്ദേഹം ഇവിടെ സാമൂതിരിയുമായി ചങ്ങാത്തം സ്ഥാപിച്ച് ഇവിടെ കൂടുകയും അങ്ങനെ ഒരുപാട് കോയമാർ വരികയും ചെയ്തപ്പോൾ സാമൂതിരി ഒരു ശുചായിയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാനവിക്രമൻ എന്ന് പറയുന്ന ആള് സാമുദ്രിയായിട്ട് മാറുകയാണ്, ഈ സമുദ്രത്തിന്റെ മുഴുവനും അധിപതിയായിട്ട് അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തെ മാറ്റിയത് ആരാണ്? കോയ തന്നെ. അതിൽ സാമൂതിരിക്കൊരു സംശയമില്ല, ഇപ്പോഴുള്ള വേറെ ആൾക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം എല്ലാ ചരിത്രങ്ങളും അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് യൂറോപ്യൻ ചരിത്രകാരന്മാരും പറയുന്നുണ്ട്, റോമെന്ന് വന്നവരും പറയുന്നുണ്ട്, ബർബോസ് പറയുന്നുണ്ട്, അതുപോലെ വർത്തേമ പറയുന്നുണ്ട്. ഇവരൊക്കെ എന്തായാലും പറയുന്നുണ്ട് കോയമാർക്കാണ് ഇവിടെ ഏറ്റവും വലിയ സ്വാധീനം. എന്തൊക്കെയാണ് കോയമാർക്കുള്ള സ്വാധീനം എന്നതിനെക്കുറിച്ച് ഒരു കഥ, ഇതിനെക്കുറിച്ച് നന്നായി എഴുതിയ ആളുകളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പരപ്പിൽ മുഹമ്മദ് കോയ, അദ്ദേഹം വളരെ നമ്മുടെ പരപ്പുകാരനാണ്. അദ്ദേഹത്തിന് MA-യും MSc MCom ഒന്നും ഇല്ല, പക്ഷേ അദ്ദേഹമാണ് കോഴിക്കോട് മുസ്ലിങ്ങളുടെ ചരിത്രം എന്നെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ കോയമാരെക്കുറിച്ച് കൂടുതലൊന്നും അദ്ദേഹം പരാമർശിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം കോയ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോയമാർക്ക് തന്നെ അത്ര അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹം എഴുതിയ വലിയ ബൃഹത്തായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കോയയുടെ എന്തൊക്കെയാണ് കോയയുടെ അവകാശം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കോയയുടെ അവകാശം എന്ന് പറഞ്ഞത് അത് ഒരു വലിയ ആൾക്കുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചീഫ്, ഒരു മങ്ങാട്ടച്ചനൊക്കെ പോലുള്ള ഒരു നായർ മാടമ്പിക്കുള്ള എല്ലാ സ്ഥാനവും കോയക്ക് കൊടുത്തിരുന്നു. പക്ഷെ അതിനേക്കാളും അധികം എന്തിനധികം അരിയിട്ട് വാഴ്ച എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. അത് രാജാവ് സിംഹാസനത്തിലെ ആരൂഢനാകുന്ന സന്ദർഭത്തിലുള്ള ചില ചടങ്ങുകളാണ്. ആ ചടങ്ങുകളിൽ പല്ലക്കിൽ സാധാരണ രാജാവ് മാത്രമേ ഇരിക്കാറുള്ളൂ, അല്ലെങ്കിൽ രാജാവിൻ്റെ പത്നിയോ അങ്ങനെയുള്ള ആരേ ഇരിക്കാറുള്ളൂ. പക്ഷെ ആ പല്ലക്കിൽ കയറി രാജാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കാനുള്ള അവകാശം അന്ന് കോയക്കാണ്. ഇപ്പൊ കോയ സാമുദ്രിയുടെ കൂടെ ഇങ്ങനെ പല്ലക്കിൽ ഇങ്ങനെ പോകുന്ന ആ രംഗം നിങ്ങൾ ആലോചിച്ചാൽ മതി, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനമെന്ന്. പിന്നെ തണ്ടും കുടയും ആലവട്ടവും എന്ന് പറഞ്ഞാൽ ഒരു കുട പിടിക്കാനുള്ള അതിന് അവകാശമുണ്ട്. അതുപോലെ ആലവട്ടം വെഞ്ചാമരം എന്നൊക്കെ വീശി ഒരു രാജാവിനെ പോലെ തന്നെ പ്രൗഢിയോടെ നടക്കാനുള്ള അവകാശം സാമുദ്രി കൊടുത്തിരുന്നു ഈ കോയക്ക്. അതുപോലെ തന്നെ വെടി നിയമം, അതായത് വെടി പൊട്ടിക്കാനുള്ള നിയമങ്ങളുണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, കല്യാണത്തിന്റെ സന്ദർഭത്തിലെ, ആഘോഷങ്ങളുടെ സന്ദർഭത്തിലൊക്കെ വെടിമരുന്ന് പ്രയോഗം ഉണ്ടാകും. അത് സാധാരണ കൊട്ടാരത്തിൽ മാത്രമാണ് അത് നടത്തുക, എന്നാൽ കോയക്കും അത് നടത്താനുള്ള അവകാശം കൊടുത്തിരുന്നു. പിന്നെ അകമ്പടി കോയക്കും കൊടുത്തിരുന്നു. അതുപോലെ കുത്തുവിളക്ക് ഉപയോഗിക്കാനുള്ള അവകാശം അതും കോയക്ക് കൊടുത്തിരുന്നു.
അതുപോലെ മറ്റുള്ളവരുടെ, അതായത് താണജാതിക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നതും കോയമാരാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് കോയമാർ ഇവിടുത്തെ ഉണ്ടായിരുന്ന ഈഴവ സമുദായം, അതുപോലെ മുക്കുവ സമുദായം, അവരുടെ മേലൊക്കെ കോയമാർക്ക് വലിയ അവകാശങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ ഈ അവകാശങ്ങളൊക്കെ അവർക്ക് നൽകിയിരുന്നു. ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ അവർക്ക് കൊടുക്കുക മാത്രമല്ല, കല്യാണം, കളിയാട്ടം തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും സാമൂതിരിയോടൊപ്പം എപ്പോഴും കുശാലായി തന്നെ കോയ ഉണ്ടാകും. വേറെ ആർക്കും ഒരു മാടമ്പിക്കും ഒരു സ്ഥാനമുണ്ടായിരുന്നില്ല. ഇങ്ങനെ സാമൂതിരിയുടെ പല്ലക്കിൽ ഇരിക്കാനുള്ള അവകാശം മുതൽ എല്ലാം ഇവർക്കാണ് നൽകിയിരുന്നത്. അപ്പോൾ അവരുടെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാവുന്നേ. എന്താണ് ഇപ്പോൾ ഈ കോയയോട് സാമൂതിരിക്ക് പിന്നെയും പിരിശം തോന്നാൻ കാരണം ഒന്നുമല്ല, എവിടെയേ ഈ നെടിയിരുപ്പ് സ്വരൂപത്തിൽ ഒന്നുമില്ലാതെ മറ്റു രാജാക്കന്മാരെ പോലെ ഒന്നുമില്ല, അവർക്കൊക്കെ വലിയ സമ്പത്തുകൾ ചേരമാൻ പെരുമാൾ കൊടുത്തിരുന്നു എന്നാണ് കഥയിലുള്ളത്. ആ കഥപ്രകാരം ഒന്നും കിട്ടാത്ത നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഒരു ടാവട്ടത്തിൽ മാത്രം സ്ഥലം കൊടുത്ത് ബാക്കിയൊക്കെ നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞത് ആ ഒരു സാമൂതിരിക്ക് ആ ഒരു സ്വരൂപത്തിലെ ആ ചെറിയ തമ്പ്രാനെ സാമുദ്രിയാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ചത് കോയമാരാണ്. അപ്പോൾ കോയ എന്തു ചെയ്തു? കോയ വന്നതിന് ശേഷമാണ് അറബിക്കടൽ ഭാഗത്തേക്ക് വ്യാപാരം കൂടുതൽ വർദ്ധിക്കുന്നത്. ഏകദേശം 14-ാം നൂറ്റാണ്ട് മുതലാണ് ഇവിടെ വലിയ വ്യാപാര കേന്ദ്രമായി മാറുന്നത്. അതുവരെ വ്യാപാരമുണ്ടെങ്കിലും അത് അത്ര വലിയ വ്യാപാരമല്ല. അതുവരെ ഉണ്ടായിരുന്ന വ്യാപാരം പ്രധാനമായും ഇവിടുത്തെ ഉപ്പ് കയറ്റുമതിയായിരുന്നു. പക്ഷേ അന്ന് വ്യാപാരത്തിന് മുന്നിട്ട് നിന്നിരുന്നത് അപ്പുറത്തുള്ള മലബാർ തീരത്തുള്ള കായൽ പട്ടണവും പ്രദേശങ്ങളുമായിരുന്നു. കീഴക്കര തുടങ്ങിയ പ്രദേശങ്ങളാണ്. കാരണം എന്താണ് ഉണ്ടായിരുന്നത്? അവിടെ രാജാക്കന്മാരുടെ എല്ലാ ഒത്താശയും സഹായവും അവിടെയുള്ള വ്യാപാരികൾക്ക് കിട്ടിയിരുന്നത് കൊണ്ട് എല്ലാവരും കായൽ പട്ടണത്തേക്കാണ് പോയിരുന്നത്, അതുപോലെ ഉള്ള സ്ഥലങ്ങളിലേക്ക്. കാരണം അവിടെ ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ വലിയ വലിയ ശുചായികളായ രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാർ എല്ലാ സഹായവും ഈ വ്യാപാരികൾക്ക് ചെയ്തു കൊടുത്തിരുന്നു. അതുകൊണ്ട് അറബികളും ഗ്രീക്കുകാരും റോമക്കാരും ഒക്കെ ആ പ്രദേശത്ത് തമ്പടിച്ചു താമസിച്ചിരുന്നു. എന്നാൽ അവിടെ പരസ്പരം ഈ ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരും തമ്മിൽ തല്ലാൻ തുടങ്ങിയപ്പോൾ, അവിടെ അവർക്ക് സുരക്ഷിതത്വം ഇല്ലാതാകാൻ തുടങ്ങിയപ്പോൾ അവർ മെല്ലെ, പ്രത്യേകിച്ചും കുഞ്ഞാലിമാരൊക്കെ കായൽപട്ടണം വിട്ടുകൊണ്ട് നേരെ പൊന്നാനിയിലേക്കും കോഴിക്കോട്ടേക്കും വരികയാണ്. അങ്ങനെ കുഞ്ഞാലിമാരായ ഒരു ഭാഗം ആളുകൾ, നമ്മളെ മാപ്പിളമാരെ പോലെ തന്നെ അവര് തമിഴ്നാട്ടിൽ നിന്നുള്ള അറബികൾ വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വിവാഹം ചെയ്ത് അതിലുണ്ടായ സന്തതികളാണ് മരക്കാർമാർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മാപ്പിളമാർ അറേബ്യയിൽ നിന്ന് വന്ന അറബികളും ഇവിടുത്തെ ആളുകളും തമ്മിൽ വിവാഹ ബന്ധത്തിലുണ്ടായ ആളുകളാണ് മാപ്പിളമാർ. അപ്പോൾ ഈ കുഞ്ഞാലിമാരും മാപ്പിളമാരും ഇങ്ങനെ പൊന്നാനിയിലേക്കൊക്കെ വരികയും അവിടെ അവർ താമസമാക്കുകയും, അങ്ങനെ അവരുടെ പ്രേരണയിലാണ് കായൽപട്ടണത്തുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കുടുംബങ്ങളൊക്കെ അവിടെ വന്ന് പള്ളിയിലെ ആളുകളായിട്ട് വരുന്നത്. അവരാണ് കൊണ്ടുവരുന്നത്. കാരണം അവരൊക്കെ ഈ മഖ്ദൂമുമാരുടെ ആത്മീയ ശിഷ്യന്മാരായിരുന്നു, മുരീദന്മാരായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ വന്നത്. പിന്നീട് അത് കോഴിക്കോട്ടേക്ക് വ്യാപിക്കുന്നു എന്ന് മാത്രമല്ല, കോഴിക്കോട് വലിയ സമൃദ്ധമായ ഒരു കച്ചവട നഗരിയായിട്ട് മാറുകയാണ്. എന്നാൽ അതുകൊണ്ടും തീർന്നില്ല. ഇവിടെ പോർലാതിരി രാജാക്കന്മാർ വളരെ കുറ്റിച്ചിറ കേന്ദ്രമാക്കി, കുറ്റിച്ചിറ ഇന്ന് പള്ളി നിൽക്കുന്ന ജമാഅത്ത് പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിൽ അവരുടെ കൊട്ടാരമുണ്ടായിരുന്നത്. അവിടെയൊക്കെ സാമൂതിരി കോയമാരുടെ സഹായത്തോടെ പോർലാതിരിയെ തോൽപ്പിച്ചു. അദ്ദേഹം നെടിയിരുപ്പിൽ നിന്ന്, കുണ്ടോട്ടി ഭാഗത്തിൽ നെടിയിരുപ്പിൽ നിന്ന് ഇവിടെ വന്ന് പോർലാതിരിയെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രദേശം മുഴുവനും കോയമാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തെക്കേപുറത്ത് മുഴുവനും കോയമാരുടെ കേന്ദ്രമായി. അവിടെയുള്ള കുറ്റിച്ചിറ കുളത്തിൽ ഒരു പിശാച്ചുണ്ടായിരുന്നു. ആ പിശാച്ചിനെ തറച്ച ഒരു കുറ്റി അവിടെ ഉള്ളത് കൊണ്ടാണ് കുറ്റിച്ചിറ എന്ന പേര് വന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഈ കൊട്ടാരം പോർലാതിരിയുടെ കൊട്ടാരം പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ പള്ളിക്കും നമുക്ക് ഓരോ കഥ പറയാൻ കഴിയും. അപ്പോൾ അവിടെ അവർ താമസമാക്കുകയും അതിനുശേഷം ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കൊട്ടാരത്തിലെ കോയ ഉണ്ടാകും, ഏത് അരിയിട്ട് വാഴ്ചയിൽ കോയ ഉണ്ടാകും, എന്തൊക്കെയാണോ രാജ്യപ്രമാണങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തില് കോയയുടെ സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെ കോയമാർ അവർക്ക് ഉപദേശിച്ചു, ഇവിടെ വലിയ ഒരു പട്ടണമായി മാറിയല്ലോ സാമൂതിരി, എന്താ ചെയ്യുക? കാരണം ഇവിടെ ചരക്കുകളെല്ലാം ഇങ്ങോട്ട് ഒഴുകണം. അപ്പോൾ നമുക്ക് ഒരിക്കലും കോഴിക്കോട് മാത്രം പോരാ,
പൊന്നാനി കൂടി നമ്മുടെ കീഴിലാക്കണം. കാരണം പൊന്നാനി അന്ന് വള്ളുവനാട് രാജാവിന്റെ കീഴിലാണ്. ഇപ്പൊ വള്ളുവനാട് രാജാവിന്റെ കീഴിലും ഒരുപാട് മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. അവിടെ വള്ളുവനാട് രാജാവ് അവർക്കെല്ലാ സംരക്ഷണവും പള്ളി ഉണ്ടാക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കോയ എന്ന് പറയുന്നത് സാമൂതിരിയുടെ മുസ്ലിം സമൂഹത്തിന്റെ ആളാണ്. അപ്പോൾ ഇവിടെ കോയ ഉപദേശിക്കുന്നത് ഇവിടെ ആ പ്രദേശം നമ്മൾക്ക് തിരുനാവായ പ്രദേശം മുഴുവനും നമ്മുടെ കയ്യിലായാൽ മാത്രമേ നമുക്ക് മലഞ്ചരക്ക് ഇഷ്ടം പോലെ കിട്ടുകയുള്ളൂ. കാരണം മലഞ്ചരക്ക് വരുന്നത് ഈ പാലക്കാടൻ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ചരക്കുകൾ വന്നിരുന്നത് അങ്ങനെ വള്ളുവനാട് രാജാവിൻ്റെ വലിയ ഒരു പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പുഴയായിരുന്നു തിരുനാവായ പുഴ, ഭാരതപ്പുഴ എന്ന് പറയുന്ന പൊന്നാനിപ്പുഴ. ആ പുഴയിലൂടെ സാധനങ്ങൾ കൊണ്ടുവന്ന് അതുകൂടി നമുക്കാക്കിയാൽ കൊള്ളാമെന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു തലസ്ഥാനത്തിന് പുറമെ സാമൂതിരി രണ്ടാം തലസ്ഥാനമായി പൊന്നാനിയെ മാറ്റുന്നത്. അപ്പോൾ രണ്ട് വിഭാഗം ആളുകളുടെ പിന്തുണ സാമൂതിരിക്കുണ്ടായി. ഒന്ന് കുഞ്ഞാലിയും രണ്ടാമത്തേത് കോയയും. അന്ന് കോയ ശക്തി പ്രാപിച്ചിട്ടില്ല, അന്ന് കുഞ്ഞാലിമാരാണുള്ളത്. കുഞ്ഞാലിമാരാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായതും സാമൂതിരിയുടെ അറബിക്കടലിലൂടെയുള്ള യുദ്ധങ്ങൾക്ക് തുടക്കമിട്ടതും കുഞ്ഞാലിമാരാണ്. കാരണം അതുവരെ അറബിക്കടൽ ശാന്തമായിരുന്നു. ശാന്തമായ അറബിക്കടലിൽ അറബികൾ കച്ചവടത്തിന് വരികയായിരുന്നു. റോമക്കാർ കച്ചവടത്തിനാണ് വന്നത്, ഇവരെല്ലാവരും കച്ചവടത്തിനാണ് വന്നത്. അവർ തമ്മിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കണം. അങ്ങനെ കോയമാർ ആയുധമണിയുന്നു, കോയമാർ സാമൂതിരിയുടെ പട്ടാളക്കാരാകുന്നു, കോയമാർ തുറമുഖത്തിന്റെ അധിപനായി മാറുന്നു. ഷാ ബന്ദർ കോയ എന്ന സ്ഥാനപ്പേരാണ് ആദ്യം കൊടുത്തത്. ഷാ ബന്ദർ കോയ എന്ന് പറഞ്ഞാൽ ബന്ദറിന്റെ ഹൊജ, അതിന്റെ മേധാവി എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഷാ ബന്ദർ കോയ എന്ന സ്ഥാനപ്പേര് കൂടി കിട്ടിയപ്പോൾ കടലിലെ വ്യാപാരത്തിന്റെ മുഴുവനും അവകാശങ്ങൾ കോയക്ക് കൊടുക്കുകയാണ്. ഓരോ കപ്പൽ വരുമ്പോഴും ഓരോ സാധനം ഇറക്കുമ്പോഴും അതിൽ നിന്റെ ഒരു കമ്മീഷൻ ഈ കോയക്ക് കൊടുക്കണം. അങ്ങനെയാണ് നിയമം ഉണ്ടായിരുന്നത്. അങ്ങനെ കോയയിലൂടെ സാമൂതിരി വലിയ ഒരു സാമുദ്രിയായി, സമുദ്രത്തിന്റെ അധിപനായി മാറുകയാണ്. അപ്പോൾ കച്ചവടക്കാര് അറബിയിൽ നിന്നും മറ്റിവിടെ കൂടുതലായി വരാൻ തുടങ്ങിയപ്പോൾ വേണ്ടത്ര ചരക്കുകൾ ഇല്ലാതായി. ഈ ചരക്കുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് വള്ളുവനാട് പ്രദേശം കൂടി കീഴടക്കണമെന്ന് കോയ സാമൂതിരിയുടെ കാതിൽ മന്ത്രിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വലിയ സൈന്യവുമായി ഈ നമ്മുടെ വള്ളുവനാട് രാജാവിനെ അദ്ദേഹം തോൽപ്പിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ യുദ്ധം ചെയ്യാനുണ്ടായിരുന്ന കോയയാണ്. അപ്പോൾ ഈ രണ്ട് സൈന്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്. അതിന് മതപരമായ ഒരു ആവേശമൊന്നും അതിനില്ല. കാരണം വള്ളുവനാട് രാജാവിന്റെ കീഴിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഇപ്പുറത്തും മുസ്ലിങ്ങളുണ്ട്. അവരവരുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് വള്ളുവനാടിനെ തറപറ്റിച്ചു. വള്ളുവനാടിന്റെ പ്രദേശങ്ങൾ മുഴുവനും, തിരുവേഗപ്പുറ, പാലക്കാട് തുടങ്ങിയ മുഴുവനും പ്രദേശങ്ങളും നേരെ സാമൂതിരിയുടെ കയ്യിലേക്ക് വന്നു. പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ വരെയുള്ള പ്രദേശം, അതുപോലെ കൊച്ചു വരെയുള്ള പ്രദേശം, ഇങ്ങനെ വലിയൊരു ഭൂവിഭാഗത്തിന്റെ അധിപനായി ചേരമാൻ പെരുമാൾ പറഞ്ഞു കൊടുത്ത ആ ഒരു ഐഡിയയിലൂടെ മുഴുവൻ പ്രദേശങ്ങളും ഈ സാമൂതിരിയുടെ കയ്യിലേക്ക് വരികയാണ്. ശരിക്കും ഒരു സാമൂതിരി. ഇവിടെ വന്ന രാജാക്കന്മാർ മുഴുവനും സുലൈമാൻ താജിർ മുതൽ അല്ലെങ്കിൽ അബ്ദുൾ റസാഖ് മുതൽ തുടങ്ങി വസാഫും അതുപോലെയുള്ള മുഴുവൻ ആളുകളും ഈ സാമൂതിരിയുടെ ഗുണങ്ങളെ വാഴ്ത്തുകയാണ്. നമുക്കറിയാം, ഖാദി മുഹമ്മദ് അടക്കമുള്ള അന്നത്തെ ആളുകൾ അവർക്കെല്ലാം പറയാനുള്ളത്, അവർക്ക് പ്രാർത്ഥിക്കാനുള്ളതും സാമൂതിരിക്ക് വേണ്ടിയാണ്. പടച്ചവനെ, സാമൂതിരിയെ നീ എന്നെന്നും നിലനിർത്തണേ. അദ്ദേഹം മുസ്ലിങ്ങളുടെ സ്നേഹിതനാണ്. ഇവിടെ എന്താണ് തൗഫത്തുൽ മുജാഹിദീനിൽ പറഞ്ഞത്? നമുക്കൊരു അമീറില്ല, ഇവിടെ ഒരു അമീറില്ല എങ്കിലും നമ്മുടെ സ്നേഹിതനായ സാമൂതിരിയാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് സാമൂതിരിയുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ മുസ്ലിങ്ങളും രംഗത്തിറങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞാലിമരക്കാർ രംഗത്ത് വരുന്നത്. കുഞ്ഞാലിമരക്കാർ യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്യാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ മുക്കുവന്മാരായ ആളുകളോട് കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് മുതൽ അങ്ങേ പൊന്നാനി വരെയുള്ള കുടുംബങ്ങളിൽ ഒരു വെള്ളിയാഴ്ച ഒരു ആൺകുട്ടി ജനിച്ചാൽ ആ കുടുംബത്തിലുള്ള ആണുങ്ങൾ മുഴുവനും ഇസ്ലാം മതത്തിലേക്ക് വരണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചതും സാമൂതിരിയാണ്. അപ്പോൾ സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം രാജ്യരക്ഷ എന്നതിന് മതം അവിടെ ഒരു പ്രതിബന്ധമായില്ല എന്ന് നമുക്ക് ഇപ്പോൾ വായിക്കാൻ കഴിയും. അപ്പോൾ ആ നിലക്ക് വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കം കോഴിക്കോടാക്കിയത്, കാലിക്കുത്താക്കിയത് യഥാർത്ഥത്തിൽ ഈ കോയമാരാണ്. അപ്പോൾ എന്തുണ്ടായി? പൊന്നാനി കൂടി ആയപ്പോൾ ഇവിടെ നിന്ന് സാമൂതിരിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല. സാമൂതിരി എപ്പോഴും പൊന്നാനിയിലാണ്. പൊന്നാനി അവിടെയുള്ള ക്ഷേത്രം നിർമ്മിച്ചു, പള്ളിക്ക് വേണ്ടി വിളക്ക് കൊടുക്കുന്നു. പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ തമ്പുരാനുമായിട്ട്, തമ്പുരാൻ തിരുമനശ്ശേരി തമ്പുരാനാണ്, അത് ഈ സാമൂതിരിയുടെ ആശ്രിതനാണ്.
തിരുമനശ്ശേരി തമ്പുരാനോട് പറഞ്ഞു, മഖ്ദൂമ് വന്നപ്പോൾ എല്ലാ സ്വീകരണങ്ങളും കൊടുത്തുകൊണ്ട് പള്ളി ഉണ്ടാക്കാനുള്ള മരവും അവിടേക്കുള്ള കുത്തുവിളക്കും എല്ലാം കൊടുക്കാനുള്ള ഏർപ്പാട് എല്ലാം സാമൂതിരിനെ ചെയ്യുകയാണ്. മരണം വരെ സാമൂതിരി അവിടെ തന്നെ ആയിരുന്നു. എന്തിന് ഇവിടെ വാസ്കോഡി ഗാമ വന്നപ്പോഴും സാമൂതിരി അവിടെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും അധികം ഒരു വലിയ ഭൂവിഭാഗത്തിൻ്റെ കോലത്തിരിയുടെ കുറച്ചു ഭാഗം കഴിഞ്ഞാൽ അങ്ങ് കൊച്ചി രാജ്യം വരെയുള്ള ഈ തീരക്കടൽ പ്രദേശം മുഴുവനും അടക്കി വാഴുവാനുള്ള വലിയൊരു രാജാവായി, വലിയൊരു ഭരണാധികാരിയായി സാമൂതിരിയെ മാറ്റിയത് ഈ ഹോജ കോയമാരായത് കൊണ്ടാണ് കോയമാർ ഇവിടെ ഇങ്ങനെ വരുന്നത്. നമുക്കറിയാം, ഒരുപാട് വീടുകൾ കോയമാരുടെ പേരിൽ നമുക്ക് അറിയപ്പെടുന്നുണ്ടല്ലോ. ഇരുമാനം വീട് എന്ന് പറഞ്ഞാൽ ആ വീടായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ ആസ്ഥാനം. അവിടെയുള്ളവർക്കായിരുന്നു ശാബന്തർ കോയ എന്ന പദവി കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീട് ഇന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനിക്കുന്നതിന് വേണ്ടി തൻ്റെ കൊട്ടാരത്തിലേക്ക്, ഇപ്പോൾ ഇന്ന് രാധാ തിയേറ്ററോ മറ്റോ നിൽക്കുന്ന അവിടെയായിരുന്നു ഇവരുടെ കൊട്ടാരം, സാമൂതിരിയുടെ കൊട്ടാരം എന്നാണ് പറയുന്നത്. അതിലേക്ക് ഇങ്ങനെ ആ കോയയുടെ എഴുന്നള്ളിപ്പുണ്ടാകും. കോയയുടെ ശാബന്തർ കോയ വരുമ്പോൾ ഒരു രാജാവിനോടുള്ള എല്ലാ സ്ഥാനമാനങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ ഈ തെരുവേരങ്ങളിലൂടെ തെക്കേപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ആനയിക്കപ്പെട്ടിരുന്നത്. അതുമാത്രമല്ല, പിന്നീട് കുറേ ആളുകൾ പിന്നീട് കോയമാരായിട്ട് അറിയപ്പെടാനും തുടങ്ങി. പിന്നെ കച്ചവടത്തിന് വരുന്നവരൊക്കെ കോയയായി. അവർ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും, ഹദർമൗത്തിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇവരൊക്കെ വന്നപ്പോൾ അവരും കോയയായി. അതുപോലെ പേർഷ്യ രാജ്യത്തിൽ നിന്ന് പലരും വന്നപ്പോഴും കോയയായി. കാരണം ഈ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഈ പേരെന്തായാലും ഇല്ല. പക്ഷേ ഈ പേര് വരുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മതം വന്നതിന് ശേഷമാണ്. യഹൂദികൾ വരുന്നതും പേർഷ്യയിൽ നിന്നാണ്, ക്രിസ്ത്യാനികൾ വരുന്നതും പേർഷ്യയിൽ നിന്നാണ്, പിന്നീട് ഇസ്ലാം വരുന്നതും പേർഷ്യയിൽ നിന്നാണ്. അതിന് പുറമെ ഹോജ, സിന്ധി തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇന്ത്യയുടെ തീരപ്രദേശത്ത് നിന്ന് ഇവിടെ വന്നിരുന്നു. പക്ഷെ കോയമാർ വന്നപ്പോഴും വന്ന കാലഘട്ടത്തിനോട് അടുപ്പിച്ച് തന്നെ ചാലിയാം യുദ്ധം ഉണ്ടായപ്പോഴും പോർച്ചുഗീസുകാർ വന്നപ്പോഴും അവർക്കെതിരെയൊക്കെ യുദ്ധം ചെയ്യുന്നതിൽ കുഞ്ഞാലിമാരും കോയമാരും ഒറ്റക്കെട്ടായി സാമൂതിരിക്ക് ശക്തി പകർന്നു. ആ ശക്തി പകർന്നതോടുകൂടി തന്നെ ഇവർ തമ്മിലുള്ള സാംസ്കാരിക കൊള്ളക്കൊടുക്കലുകളും തുടങ്ങി. അങ്ങനെ കോയമാർക്ക് ഒരു പ്രധാനപ്പെട്ട സംസ്കാരം തന്നെ ഉണ്ടായി വന്നു. കോഴിക്കോടൻ മാപ്പിളമാരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് കോയമാരുടെ സംസ്കാരമാണ്. അത് അവരുടെ കല്യാണത്തിൽ കാണാൻ കഴിയും. അവരുടെ കല്യാണത്തിന് ഈ നായന്മാരുടെയൊക്കെ അത് അവർക്കുള്ളതുപോലുള്ള സാമ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ പൂമൂടലും അതുപോലെ മൗത്തളപ്പാട്ടുകൾ തുടങ്ങിയ കല്യാണപ്പാട്ടുകൾ എല്ലാം അതിനൊക്കെ ഒരു പേർഷ്യൻ ചുവ അല്ലെങ്കിൽ ഒരു തമിഴ് ചുവ ഉണ്ടായിരുന്നു. തമിഴ് ചുവ എന്ന് പറയുന്നത് കുഞ്ഞാലിമാരിലൂടെ വന്നതാണ്. പേർഷ്യൻ ചുവ കോജമാരിലൂടെ വന്നതാണ്. അതിലേക്ക് ഈ കേരളീയ ചുവയും കൂടി കൂട്ടിയപ്പോൾ അതിന് ഒരു ഇസ്ലാമികമായ കേരളീയ ഇസ്ലാമിൻ്റെ പരുവം, സമന്വയം നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും, കോയമാർ തമ്മിൽ എത്രയെത്ര വടംവലിയും അടിപിടിയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കല്യാണത്തിനും അവരുടെ ചേലാകർമ്മ പരിപാടികൾക്ക്, അതുപോലെ അവരുടെ അഫ്രീക്ക പരിപാടി, ചേലാകർമ്മ പരിപാടികൾ, അതുപോലെ കാതുകുത്ത് തുടങ്ങിയ എല്ലാ പരിപാടികൾക്കും ഭയങ്കര പാട്ടും കൈമുട്ടും ഇട്ടും ഇല്ലാതെയും ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ കോയമാരുടെ ജീവിതത്തിനൊരു സംസ്കാരം തന്നെ ഉണ്ടായി. ആ സംസ്കാരം ഒരു പക്ഷേ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അത് കണ്ണൂരിലുണ്ട് പരിപാടി, പൊന്നാനിയിലൊക്കെ ഉണ്ടെങ്കിലും കോഴിക്കോട് കോയമാരുടെ തന്നെ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പ്രത്യേക ടച്ച് ഉണ്ടാവാനുള്ള കാരണം അവർക്ക് എല്ലാ സാമ്പത്തികമായി എന്താണ് ഇല്ലായ്മ എന്ന് അവർ അറിഞ്ഞിട്ടില്ല. അത്രയ്ക്കും സാമൂതിരിയുടെ സംരക്ഷണത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു വിഭാഗങ്ങളുമായുള്ള അവരുടെ സമ്പർക്കവും. പല ആളുകളും അന്നുണ്ടായിരുന്നു. ഹിന്ദുക്കളായ ആളുകളുണ്ട്, നായന്മാരായ ആളുകളുണ്ട്, മറ്റു മതക്കാരുണ്ട്, യഹൂദികളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെയുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിനും അതിനെ ഏൽപ്പിക്കപ്പെട്ടവരും കോയമാരായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു പുതിയ വർത്തകൻ വരികയാണ്, ആ വ്യാപാരിക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് ശാബന്തർ കോയയാണ് നിശ്ചയിക്കുന്നത്. എല്ലാ മതക്കാരും വരും. ചൈനക്കാർ ഞാൻ പറഞ്ഞില്ലേ, ചെങ്ഹോ, അതിലെല്ലാ മതക്കാരും ഉണ്ടായിരുന്നു. ചെങ്ഹോ മുസ്ലിം ആയിരുന്നു. അദ്ദേഹം വരും, 14 പ്രാവശ്യം വന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും അദ്ദേഹത്തിന്റെ കപ്പൽ വ്യൂഹം വരുന്നത് കണ്ടാൽ ഒരു പട്ടണം ഒഴുകി വരുന്നതായിട്ട് തോന്നും എന്നാണ് പറയുന്നത്. ആ കപ്പലിൽ ആനയുണ്ടാകും, കുതിരയുണ്ടാകും, ജിറാഫുകൾ ഉണ്ടാകും. ചിലപ്പോൾ അദ്ദേഹം ഈ ആഫ്രിക്കൻ തീരത്തുനിന്ന് വരിക. ആഫ്രിക്കൻ തീരത്തുനിന്ന് വന്നിട്ട് അദ്ദേഹം കോഴിക്കോട് വരും. കോഴിക്കോട് വന്നിട്ട് ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മുടെ ചീനച്ചട്ടിയും നമ്മുടെ ചീനഭരണിയും ചീന വലയും ഒക്കെ അവർ തന്നതാണ്. അതിനൊക്കെ ഇവിടെ പ്രചാരമുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈ കോയമാരായിരുന്നു.
ഈ കോയമാർ വന്നു എന്ന് മാത്രമല്ല, ഇങ്ങനെ മറ്റു ആളുകളെ പാർപ്പിക്കുന്നതിനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുമുള്ള എല്ലാ ഉത്തരവാദിത്വവും കൊടുത്തിരുന്നതും കോയമാർക്ക് തന്നെയാണ്. അതുകൊണ്ടുണ്ടായ ഒരു സൗഹൃദം, അതിന് തികച്ചും നമ്മൾ കോയമാരോടും സാമൂതിരിയോടും വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഉണ്ടായ ഒരുപാട് പള്ളികളും ഇങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഈ സാമൂതിരിയുടെ പല്ലക്കും ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിരുന്ന പല്ലക്ക്, അതുപോലെ ഖാദിമാരെ നിയമിക്കുന്നത് അതൊക്കെ സാമൂതിരിയാണ്. അതുപോലെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകാത്തവരെ ശിക്ഷിക്കാൻ വേണ്ടി സാമൂതിരി തന്നെ ഏർപ്പാട് ചെയ്തിരുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് വായിച്ചാൽ അറിയാൻ കഴിയും. താരിഖുൽ മമാലിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി, അതുപോലെ താരിഖുൽ ഹിന്ദ് വസ്സീൻ എന്ന് പറയുന്ന തുജാറിന്റെ പുസ്തകം, ഇതൊക്കെ വളരെ വ്യക്തമായി ഈ കോഴിക്കോടിന്റെ ചിത്രം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുച്ചുന്തി പള്ളി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മുച്ചുന്തകം എന്ന കൊട്ടാരമാണ്. ആ കൊട്ടാരം പറങ്കികൾ ആക്രമിച്ചപ്പോൾ കോയമാര് പറഞ്ഞതനുസരിച്ച് സാമൂതിരി എന്ത് ചെയ്തു, അത് പള്ളിയാക്കി പരിവർത്തിപ്പിച്ച് അത് കോയമാർക്ക് കൊടുക്കുകയുണ്ടായത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുദാക്കര പള്ളി എന്നത് ഗുജറാത്തി മുസ്ലിങ്ങൾക്ക് മാത്രം നിസ്കരിക്കുന്ന മാത്രം പള്ളിയായിരുന്നു. അതുപോലെ നമുക്കറിയാം നാഹുദ മിസ്കാൽ എന്ന് പറയുന്ന ആളുണ്ടാക്കി മിസ്കാൽ പള്ളി. കാരണം ഈ പറങ്കികളുടെ ചാലിയത്തെ കോട്ട പൊളിച്ചപ്പോൾ അതിന് ഇഷ്ടം പോലെ ഒരുപാട് മരവും ഉരുപ്പടികൾ ഉണ്ടായിരുന്നു. അത് നാഹുദ എന്ന് പറയുന്ന ഈ വലിയ വ്യാപാര പ്രമുഖൻ, കപ്പലിന്റെ ഉടമയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഇതെല്ലാം ഒരുമിച്ചിങ്ങോട്ട് വാങ്ങി അദ്ദേഹം ഒരു പള്ളി അവിടെയാണ് പണിയാണ്, മിസ്കാൽ പള്ളി എന്ന് പറയുന്ന പള്ളി. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി പോർലാതിരി രാജാക്കന്മാരുടെ കൊട്ടാരം സാമൂതിരി ഈ കോയമാർക്ക് വിട്ടുകൊടുത്തതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഷെയ്ഖിന്റെ പള്ളി അബുൽ വഫ മാമുക്കോയ, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് മുസ്ലിങ്ങൾ കോയമാർ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ തോപ്പിലകത്തുകാരുടേതാണ് നമ്മുടെ മൊഹീദ്ദീൻ പള്ളി. ആ കുടുംബം നിർമ്മിച്ചതാണ്. തോപ്പിലകം കുടുംബക്കാർ എന്ന് പറയുന്നത് അറക്കൽ രാജവംശത്തിൽ നിന്ന് അവിടുന്ന് മതം മാറി അവിടുന്ന് പിന്നെ കോഴിക്കോട്ടേക്ക് താമസം മാറ്റിയ ആളുകളാണ്. എന്തൊക്കെ കാരണത്തിന് പേരിൽ കോഴിക്കോട് വന്ന് അവർ ഇവിടെ പള്ളി ഉണ്ടാക്കി. അവരുണ്ടാക്കിയ പള്ളി മൊഹീദ്ദീൻ പള്ളി. ഇങ്ങനെ എല്ലാ പള്ളികൾക്കും, പിന്നെ ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയത് പട്ടാളപ്പള്ളി, ഇങ്ങനെ എല്ലാ പള്ളികൾക്കും ഇവിടെ ഉണ്ട്. ടിപ്പു സുൽത്താൻ ഈ രാജ്യത്ത് ഒരു പള്ളി മാത്രമേ നമ്മുടെ മലബാറിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് പട്ടാളപ്പള്ളി മാത്രം. പിന്നെ എല്ലാ ക്ഷേത്രങ്ങൾക്കും അദ്ദേഹം സഹായം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും ഈ കോഴിക്കോടിനെ സമ്പൽ സമൃദ്ധിയുള്ള ഒരു നഗരിയാക്കി തീർക്കുന്നതിലും ഇവിടുത്തെ ഒരു സൗഹൃദാന്തരീക്ഷം, ഏത് മതമായാലും ഏത് ജാതിയായാലും ഒന്നിച്ചു ഇരിക്കുന്നതിലും മനുഷ്യത്വം ഉണ്ടാക്കുന്നതിലും മനുഷ്യനാകുന്നതിലും മാനവനാകുന്നതിലും ഇതൊന്നും ഒരു തടസ്സമല്ല. മറിച്ച് എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി ഉദ്ഘോഷിക്കുന്നത് മാനവത തന്നെയാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനമാണ് പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സൂഫികളും അതുപോലെ തന്നെ അവരോടൊപ്പം നിന്നിരുന്ന കുഞ്ഞാലിമാരും അതോടൊപ്പം തന്നെ അവരോടൊപ്പം നിന്നിരുന്ന കോയമാരും അനുവർത്തിച്ചിരുന്നത്. ആ ഒരു പാരമ്പര്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാക്കി ആ ഒരു ഗതകാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഇന്ന് മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിഭാഗങ്ങളുടെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു സംഘർഷത്തിനും ഒരു വിലയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെയുള്ള ശാന്തിയുടെ വെള്ളരിപ്രാവുകൾ കൂടുകെട്ടണമെങ്കിൽ ചരിത്രത്തിന്റെ പഴയ താളുകൾ നമ്മൾ മറിച്ചു നോക്കേണ്ടിയിരിക്കുന്നു, അത് വീണ്ടും പുനർജനിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി SSF ഒരുക്കുന്ന ഈ മാനവ സൗഹൃദ സംഗമത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.